ഹായ് എവരിവൺ. ഏത് കോഴ്സ് നമുക്ക് ആർക്കൊക്കെ സൂട്ടബിൾ ആണ്, ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കും പോസിബിൾ ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാൻ ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നത്. ബേസിക്കലി സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിനാണ് ഏറ്റവും കൂടുതൽ ജോബ് റിക്വയർമെൻ്റ് ഉള്ള കോഴ്സസും അവിടെ അവൈലബിൾ, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റഡ് പ്രൊഫഷനിലുള്ളത് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിനാണ്. ബേസിക്കലി ഹെൽത്ത് കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാർമസി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, പിന്നെ അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കോഴ്സസ്. ഇനി നഴ്സിംഗിൻ്റെ തന്നെ മറ്റു കോഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ അഡൽട്ട് നഴ്സിംഗ്, അതേപോലെ മെൻ്റൽ നഴ്സിംഗ്, ചൈൽഡ് നഴ്സിംഗ് എന്നിങ്ങനെ പല സ്ട്രീമുകളും ഈ അഡൽട്ട് നഴ്സിംഗിന് പുറമെ വേറെയും സ്ട്രീംസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ IT റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങിയ ഒരുപാട് മേഖലകൾ IT റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻസിനാണെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക്സ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ആർട്സ് താല്പര്യമുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചും പല കൺട്രീസും ഇപ്പോൾ ആർട്സും കണ്ടംപററി ആർട്സ് എല്ലാം ഇപ്പോൾ അവരുടെ ഷോർട്ട് ലിസ്റ്റഡ് ജോബ്സിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് ഇൻ ദ നിയർ ഫ്യൂച്ചർ അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അപ്കമിങ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഫഷനാണ്, പ്രത്യേകിച്ച് UK-ലാണ് ഇത് കൂടുതലും. നമ്മുടെ നാട്ടിൽ LLB കഴിഞ്ഞ സ്റ്റുഡൻസിന് അവിടെ LLM എടുക്കാനും അതുപോലെ തന്നെ ഫ്യൂച്ചർ കോഴ്സസ്, അവിടെ ഫ്യൂച്ചർ ജോബ് കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു പ്രൊഫഷനായിരിക്കും LLM എടുക്കുന്ന ലോ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന്. അതുപോലെ തന്നെ മറ്റ് ഒരു പ്രൊഫഷനാണ് ഇപ്പോൾ VFX അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോബ്സ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ പുറത്തു പോയി പഠിച്ച് ഈ ഒരു പ്രൊഫഷനിലേക്ക് സ്റ്റുഡൻസ് മാറുന്ന ട്രെൻഡ് വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊഫഷൻസിനെല്ലാം അത്യാവശ്യം ചാൻസ് ഉള്ളത് തന്നെയാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല, അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കണം. ഇനി അവർക്ക് അങ്ങനെ ഒരു ജോലി സാധ്യത ഇല്ലെങ്കിൽ, ആ MBAക്ക് അവിടെ ജോലി സാധ്യത ഇല്ലെങ്കിലും അവർക്ക് അവിടെ ചെന്നിട്ട് മറ്റൊരു ക്രാഷ് കോഴ്സ് അവിടെ ചെയ്ത് അവർക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ജോബ്സ് ഏതെല്ലാമാണ്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ പ്ലീസ് കോൺടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.